നമസ്കാരം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ പറയാതെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മൈനർ ഹെഡുകൾക്ക് എത്ര അക്ക കോഡാണ് ഉപയോഗിക്കുന്നത്? മൈനർ ഹെഡ് മൈനർ ഹെഡുകൾക്ക് 3 അക്കങ്ങളുള്ള കോഡാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, സബ് മേജർ ഹെഡുകൾക്ക്, മേജർ അല്ല സബ് മേജർ ഹെഡുകൾക്ക് എത്ര അക്ക കോഡുകൾ ഉപയോഗിക്കുന്നു? സബ് മേജർ ഹെഡുകൾക്ക് 2 അക്ക കോഡുകളാണ്. സബ് ഹെഡുകൾക്ക്, സബ് മേജർ അല്ലാതെ സബ് ഹെഡുകൾക്ക് എത്ര അക്ക കോഡാണ്? അതും 2 അക്ക കോഡാണ്. ഇനി അക്കൗണ്ടുകളുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഹെഡ് ഏതാണ്? പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഹെഡ് ഏതാണ്? അത് മേജർ ഹെഡാണ്. അടുത്ത ചോദ്യം, 5 ടയർ സമ്പ്രദായത്തിൽ 4ാമത്തെ ടയർ എന്ന വിശേഷണം ഏതിനെ കുറിച്ചാണ്? 4ാമത്തെ ടയർ സബ് ഹെഡാണ്, 5ാമത്തെ ടയർ ഡീറ്റെയിൽഡ് ഹെഡാണ്. അത്തരത്തിൽ 3ാമത്തെ ടയർ മൈനർ ഹെഡാണ്, 2ാമത്തത് മേജർ ഹെഡാണ്, 1ാമത്തത് സെക്ടറാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ക്ലാസിഫിക്കേഷൻ യൂണിറ്റിൽ ഏതിലാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം പ്രകടമാകുന്നത്? ഇങ്ങനെ 5 ടയർ ക്ലാസിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ ഉദ്ദേശം പ്രകടമാകുന്നത് ഏത് ക്ലാസിഫിക്കേഷൻ യൂണിറ്റിലാണ്? അപ്പോൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് എത്തുന്നതാണ്, അതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ശരിക്കും നടക്കുന്നത് എവിടെയാണ്? ഡീറ്റെയിൽഡ് ഹെഡിലാണ്. ഡീറ്റെയിൽഡ് ഹെഡ്. ഡാഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്നു. ഏത് ഹെഡാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്ന ഹെഡ് ഏതാണ്? അത് മേജർ ഹെഡാണ്. മേജർ ഹെഡാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, സബ് ഹെഡ് സൂചിപ്പിക്കുന്നത് എന്താണ്? അത് സ്കീമാണ്. ആ സ്കീം എന്ന് പറയുന്നതാണ് സബ് ഹെഡ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് വകുപ്പിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു, അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഹെഡാണ് ഏത്? മേജർ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകൾ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള പൊതുവായ നിയമം ഏതാണ്? സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകൾ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള പൊതുവായ നിയമം എന്താണ്? ആൻസർ, അത് സർക്കാരിന്റെ പ്രവർത്തനം, പ്രോഗ്രാം, പ്രവൃത്തി എന്നിവയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കണം എന്നതാണ് ആ നിയമം. സർക്കാരിന്റെ പ്രവർത്തനം, പ്രോഗ്രാം, പ്രവൃത്തി എന്നിവയുമായി കൂടുതൽ ബന്ധപ്പെട്ടതായിരിക്കണം എന്നതാണ് ആ ക്ലാസിഫിക്കേഷന്റെ പൊതുവായ നിയമം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകളിലെ പ്രധാന ഹെഡുകൾക്കായിട്ടുള്ള ഒരു സംഖ്യാ കോഡീകരണ രീതി പ്രകാരം വരുമാന അക്കൗണ്ടുകളിലെ, അതായത് റവന്യൂ റെസീറ്റിലെ പ്രധാന ഹെഡുകൾക്കായി അനുവദിച്ചിരിക്കുന്ന തുടർച്ചയായ സീരിയൽ നമ്പറുകളുടെ ബ്ലോക്ക് ഏതാണ്? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ കോഡുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ സംഖ്യാ കോഡീകരണമാണ് നടക്കുന്നത്. അതിൽ നമ്മൾ പറയുന്നത് റവന്യൂ അക്കൗണ്ടാണ്. റവന്യൂ അക്കൗണ്ട്, അതായത് റവന്യൂ റെസീറ്റ്. ആ റവന്യൂ അക്കൗണ്ടുകളിലെ, വരുമാന അക്കൗണ്ടുകളിലെ പ്രധാന ഹെഡുകൾക്കായി അനുവദിച്ചിരിക്കുന്ന തുടർച്ചയായ സീരിയൽ നമ്പറിന്റെ ബ്ലോക്ക് അത് എത്ര മുതൽ എത്ര വരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വരുമാന അക്കൗണ്ടുകളിലെ പ്രധാനപ്പെട്ട ഹെഡുകൾ എന്ന് പറയുന്നത് 0-20 മുതൽ 1999 വരെയാണ് വരുമാന അക്കൗണ്ടുകളിലെ പ്രധാനപ്പെട്ട ഹെഡുകൾ എന്ന് പറയുന്നത്. 0-20 മുതൽ
1999 വരെ. അടുത്ത ചോദ്യം, സർക്കാർ ചെലവുകളുടെ ക്ലാസിഫിക്കേഷനിൽ വാണിജ്യ അക്കൗണ്ടുകളിൽ പിന്തുടരുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായ ഒരു ഡാഷ് തല വർഗീകരണമുണ്ട്. ആ വർഗീകരണം സൂചിപ്പിക്കുക. ഇപ്പൊ വാണിജ്യ അക്കൗണ്ടിൽ പിന്തുടരുന്ന പോലെ അല്ല സർക്കാർ അക്കൗണ്ടിലെ ക്ലാസിഫിക്കേഷൻ. വാണിജ്യ അക്കൗണ്ടുകളിൽ അത് പ്രൊഫോമ അക്കൗണ്ടാണ് പൊതുവെ വാണിജ്യ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ആ വാണിജ്യ അക്കൗണ്ടുകളിൽ പൊതുവെ നമ്മൾ ലാഭത്തിനും നഷ്ടത്തിനുമാണ് പ്രാധാന്യം. അത് കണ്ടുപിടിക്കുക, അതിന് അനുസരിച്ചുള്ള ഒരു അക്കൗണ്ടിങ് സമ്പ്രദായമാണ് ഈ വാണിജ്യ അക്കൗണ്ട്. എന്നാൽ സർക്കാർ ചെലവുകളുടെ ക്ലാസിഫിക്കേഷനിൽ എന്താ അതിന്റെ ആൻസർ? ഒരു 5 തല വർഗീകരണമുണ്ട്. 5 ടയർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ വർഗീകരണം എന്ന് പറയുന്നത് ആദ്യത്തെ 5 എണ്ണമാണ്: സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇതാണ് 5 എണ്ണം. സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. അടുത്ത ചോദ്യം, ഈ അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് മേജർ ഹെഡാണ്. ആ മേജർ ഹെഡ് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏതിലേക്കാണെന്നാണ് ചോദ്യം. മേജർ ഹെഡ് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൈനർ ഹെഡുകളിലേക്കാണ്. മൈനർ ഹെഡുകളിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പ്രത്യേക പ്രവർത്തനങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്ന സെക്ടറുകൾ എന്തിലേക്കാണ് വിഭജനം നടത്തിയത്? നമുക്ക് പറയാം 5 ടയറിൽ 5 ടയർ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് സെക്ടറാണ്. സെക്ടർ എന്തിലേക്കാണ് ഡിവൈഡ് ചെയ്തെന്ന ചോദ്യം. സെക്ടർ അടുത്ത് എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? മേജർ ഹെഡ് ആയിട്ടാണ്. അടുത്ത ചോദ്യം, ഒരു പ്രോഗ്രാമിന് കീഴിലുള്ള സ്കീമുകൾ സാധാരണയായി ഏത് ഹെഡുകളുമായി യോജിക്കുന്നു? പ്രോഗ്രാമിന് കീഴിലുള്ള സ്കീം എന്ന് പറഞ്ഞാൽ തന്നെ സബ് ഹെഡാണ്. സ്കീം ഈസ് റിലേറ്റഡ് ടു സബ് ഹെഡ്. അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിലെ സെക്ഷനുകൾക്കും സെക്ടറുകൾക്കും കീഴിൽ വരുന്ന അക്കൗണ്ടിലെ മേജർ ഹെഡുകൾ സാധാരണയായി സർക്കാരിന്റെ ഡാഷുമായി യോജിക്കുന്നു. കൺസോളിഡേറ്റഡ് ഫണ്ടിലെ സെക്ഷനുകൾക്കും സെക്ടറുകൾക്കും കീഴിൽ വരുന്ന അക്കൗണ്ടിലെ മേജർ ഹെഡുകൾ സാധാരണയായി സർക്കാരിന്റെ ഡാഷുമായി യോജിക്കുന്നു എന്നാണ്. അത് സർക്കാരിന്റെ ഫംഗ്ഷനുകളുമായിട്ട് യോജിക്കുന്നു എന്നാണ് ആൻസർ. ഇനി നോക്കണേ, ഒരേ പ്രവർത്തനത്തിന് കീഴിലുള്ള മേജർ ഹെഡുകൾ സംബന്ധിച്ച കോഡ് നമ്പർ. ആ കോഡ് നമ്പറാണ് പറയുന്നത്. മേജർ ഹെഡുകൾ സംബന്ധിച്ച കോഡ് നമ്പറുകൾ 4 സെക്ഷനുകൾക്ക് കീഴിൽ വരുന്നു. അതിതൊക്കെയാണ്: റവന്യൂ റെസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ മേജർ ഹെഡ്, ലോൺ ആൻഡ് അഡ്വാൻസ് മേജർ ഹെഡ്. ഇങ്ങനെ 4 സെക്ഷനുകൾക്ക് കീഴിലാണ് വരുന്നത് മേജർ ഹെഡുകൾ. ഒരിക്കൽ കൂടി പറയാം ഏതൊക്കെയാണെന്ന് 4 സെക്ഷൻ. അത് റവന്യൂ റെസീറ്റ്, അതായത് വരുമാന വരവുകൾ. രണ്ടാമത്തത് വരുമാന ചെലവ് അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തത് മേജർ ഹെഡ്. മേജർ ഹെഡ് വെറുതെ അല്ല, ക്യാപിറ്റൽ മേജർ ഹെഡ്. നാലാമത്തത് ലോൺ ആൻഡ് അഡ്വാൻസ് മേജർ ഹെഡ്. ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഒരേ ഫംഗ്ഷന് കീഴിൽ വരുന്ന റവന്യൂ വരുമാനം, റവന്യൂ ചെലവ്, മൂലധന ചെലവ്, വായ്പ എന്നീ 4 വിഭാഗങ്ങളിലെ മേജർ ഹെഡുകളുടെ കോഡ് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മേജർ ഹെഡുകൾ തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ 2000 എന്ന അക്കത്തിലാണ്. 2000 ആ വ്യത്യാസം. അതായത് സർക്കാർ അക്കൗണ്ടിംഗ് രീതിയിൽ ഓരോ ഫംഗ്ഷനും ഒരു നിശ്ചിത കോഡ് നമ്പർ ഉണ്ടായിരിക്കും. ഈ ഫംഗ്ഷന്റെ വിവിധ വിഭാഗങ്ങളെ നമ്മൾ ഇപ്പൊ പറഞ്ഞു: റെസീറ്റ്സ്, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ലോൺ. റെസീറ്റ്സ്, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ലോൺ 4 എണ്ണം. റവന്യൂ വരുമാനം, റവന്യൂ റെസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ഹെഡ്, ലോൺ ഹെഡ്. ഇത് വേർതിരിച്ചറിയാൻ അവയുടെ കോഡ് നമ്പറുകൾ
കോഡ് നമ്പറുകളിൽ 2000 എന്ന സംഖ്യയുടെ വ്യത്യാസം വരുത്താറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കോഡ് നമ്പർ എക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോഡ് നമ്പർ X+2000 ആയിരിക്കും. ഈ രീതിയിലാണ് ആ കോഡ് നമ്പർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും? 7999 വരെ ഉണ്ടാവും. നാലെണ്ണം വരുമ്പോൾ 2000ന്റെ ഡിഫറൻസ് ആണെങ്കിൽ, അല്ലേ? അപ്പോൾ ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ച ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ആൻസറിന് ഞാനൊരു എക്സ്പ്ലനേഷൻ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ചോദ്യം: സർക്കാർ അക്കൗണ്ടുകളിൽ മേജർ ഹെഡ് മൈനർ ഹെഡുകളായി വിഭജിക്കണം. മേജർ ഹെഡ് മൈനർ ഹെഡുകളായിട്ട് വിഭജിക്കണം. അവയിൽ ഓരോന്നിനും സബോർഡിനേറ്റ് ഹെഡുകളുടെ എണ്ണം ഉണ്ടാവും. അവ സാധാരണയായി അറിയപ്പെടുന്നത് ഏതാണ്? അപ്പോൾ മൈനർ ഹെഡുകളിൽ ഉണ്ടാവുന്ന സബോർഡിനേറ്റ് ഹെഡുകളായി വിഭജിക്കുന്ന ആ ഓരോ സബോർഡിനേറ്റുകളുടെ എണ്ണത്തിനും അറിയപ്പെടുന്നത് എന്താണ്? അതാണ് സബ് ഹെഡ് എന്ന് പറയുന്നത്. മൈനർ ഹെഡിന്റെ ഉള്ളിലുള്ളതാണ് സബ് ഹെഡ്. അടുത്ത ചോദ്യം: മേജർ ഹെഡുകൾക്ക് കീഴിലുള്ള മൈനർ ഹെഡുകൾ തിരിച്ചറിയുന്നത് എന്താണ്? അപ്പോൾ മേജർ ഹെഡിന്റെ കീഴിലുള്ളതാണ് മൈനർ ഹെഡ്. അവയെ തിരിച്ചറിയുന്നത് എന്താണ് അവ ഉദ്ദേശിക്കുന്നത്? അതായത് ആൻസർ: മേജർ ഹെഡുകൾ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് ഏറ്റെടുക്കുന്ന പ്രോഗ്രാമാണ് ശരിക്കും ഈ മൈനർ ഹെഡ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി: മേജർ ഹെഡുകൾ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ. മേജർ ഹെഡ് കുറച്ചുകൂടി ഒരു വിശാലമായ ഏരിയയാണ്. ആ മേജർ ഹെഡുകൾ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് ഏറ്റെടുക്കുന്ന ആ പ്രോഗ്രാമാണ് ശരിക്കും മൈനർ ഹെഡിൽ ഉണ്ടാവുക. അടുത്ത ചോദ്യം: അക്കൗണ്ട് ഹെഡുകളിൽ സബ് ഹെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അക്കൗണ്ട് ഹെഡുകളിൽ സബ് ഹെഡ് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓർമ്മിക്കുക, സബ് ഹെഡ് ഈസ് റിലേറ്റഡ് ടു സ്കീം. സബ് ഹെഡുകൾ സൂചിപ്പിക്കുന്നത് സ്കീമിനെയാണ്. അടുത്ത ചോദ്യം: സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡ് ഏതാണ്? സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതും എല്ലാം പറയുന്നത് എന്തിലാണ്? മേജർ ഹെഡാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡ് എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. ഓരോ മൈനർ ഹെഡും എന്തിലാണ് വിഭജിച്ചിരിക്കുന്നത്? അതാണ് ചോദ്യം. ഓരോ മൈനർ ഹെഡും എന്തിലാണ് വിഭജിച്ചിരിക്കുന്നത്? സബ് ഹെഡിലാണ്. ഓരോ മൈനർ ഹെഡും പിന്നെ വിഭജിച്ചിരിക്കുന്നത് സബ് ഹെഡായിട്ടാണ്. അടുത്ത ചോദ്യം: സർക്കാർ അക്കൗണ്ടുകളിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് ഏതാണ്? നിരവധി തവണ ചോദിച്ച ചോദ്യമായിട്ട്. സർക്കാർ അക്കൗണ്ടുകളിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് ഏതാണ്? മേജർ ഹെഡാണ്. സർക്കാർ അക്കൗണ്ടുകളിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. 5 തട്ടുകളുള്ള 5 ടയർ ക്ലാസിഫിക്കേഷൻ സമ്പ്രദായത്തിൽ 4ാമത്തെ തട്ട് ഏതാണ്? 4ാമത്തെ തട്ട് സബ് ഹെഡാണ്. അടുത്ത ചോദ്യം: അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷനിൽ ഒരു സ്കീം അല്ലെങ്കിൽ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? സ്കീം എന്ന് കേട്ടാൽ തന്നെ ആൻസർ എഴുതിക്കൊള്ളുക, സബ് ഹെഡാണ്. സബ് ഹെഡാണ് സ്കീം. അടുത്ത ചോദ്യം: സ്കീമിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? വീണ്ടും അതേ ചോദ്യം തന്നെ വന്നിരിക്കുന്നു, സബ് ഹെഡ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ചോദ്യം, ഈ ചോദ്യം വളരെ വളരെ ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നു. സബ് ഹെഡിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതെന്തിനെ സൂചിപ്പിക്കുന്നു? സ്കീമിനെ സൂചിപ്പിക്കുന്നു. തിരിച്ചും ചോദിക്കും, സ്കീമിനെ സൂചിപ്പിക്കുന്ന ഹെഡ് ഏതാണ്? അത് സബ് ഹെഡാണ്. അടുത്തത്: സർക്കാരിന്റെ ഗ്രാന്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള അപ്രോപ്രിയേഷന്റെ പ്രാഥമിക യൂണിറ്റ് എന്താണ്? അപ്രോപ്രിയേഷന്റെ പ്രാഥമിക യൂണിറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഹെഡാണ്. സർക്കാരിന്റെ ഗ്രാന്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള അപ്രോപ്രിയേഷന്റെ പ്രാഥമിക യൂണിറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഹെഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഈ 5 ടയർ സിസ്റ്റത്തിലെ ലാസ്റ്റ് തട്ട്, അവസാനത്തെ തട്ട്, അതായത്
ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന, അതിന് മറ്റൊരു പേരാണ് ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന ഹെഡാണ് ലാസ്റ്റ് ഹെഡ്. ആ ഹെഡിന്റെ പേരാണ് ഡീറ്റെയിൽഡ് ഹെഡ്. അടുത്ത ചോദ്യം, ഡീറ്റെയിൽഡ് ഹെഡിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്? ഡീറ്റെയിൽഡ് ഹെഡിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്? ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ട് ശരിയല്ലാത്തത് റീഅപ്രോപ്രിയേഷൻ സാധ്യമല്ല എന്നാണ്. അത് തെറ്റാണ്. ഡീറ്റെയിൽഡ് ഹെഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ റീഅപ്രോപ്രിയേഷൻ സാധ്യമാണ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. അപ്പൊ ഡീറ്റെയിൽഡ് ഹെഡിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചത്. അത് തെറ്റാണ്. റീഅപ്രോപ്രിയേഷൻ സാധ്യമല്ല എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിലെ അക്കൗണ്ട് ഹെഡുകൾ സംബന്ധിച്ച ചെലവുകളെ ഇനം തിരിച്ച് നിയന്ത്രിക്കുന്നതിന് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ള ഹെഡുകൾ ഏതാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിലെ അക്കൗണ്ട് ഹെഡുകൾ സംബന്ധിച്ച ചെലവുകളെ ഇനം തിരിച്ച് നിയന്ത്രിക്കുന്നതിന് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ള ഹെഡുകൾ ഏതാണ്? ഇനം തിരിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ ഹെഡ് അത് വരിക ഡീറ്റെയിൽഡ് ഹെഡ് ആണ്. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളിൽ അത്യന്താപേക്ഷിതമെന്ന് കരുതുന്ന ഏതെങ്കിലും ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരം ആർക്കുണ്ട്? നമ്മളുടെ അക്കൗണ്ടന്റ് ജനറലുണ്ട്. അപ്പോൾ ഈ 5 ടയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 ടയർ സംവിധാനത്തിൽ നമുക്ക് ഡീറ്റെയിൽഡ് ഹെഡ് ആവശ്യമെങ്കിൽ തുറക്കാനുള്ള ഒരു അധികാരം, ഒരു പവർ നമ്മളുടെ അക്കൗണ്ടന്റ് ജനറലിൽ ഉണ്ട് ഈ 5 ടയറിൽ. എന്നാൽ ബാക്കി ഏതൊരു ഹെഡും മാറ്റുകയോ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അനുമതി ആവശ്യമാണ്. അത് ചിലപ്പോൾ പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള അനുമതി ആവശ്യമാണ്. നമ്മുടെ അക്കൗണ്ടന്റ് ജനറലിന് പിന്നെ തുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ ഒരു ഡീറ്റെയിൽഡ് ഹെഡ് മാത്രമേ അതിനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടന്റ് ജനറലിന് പുതിയ ഏതെങ്കിലും ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കുന്നതിനുള്ള അധികാരം അക്കൗണ്ടന്റ് ജനറലിന് ഉണ്ട്. ഓർമ്മിക്കുക, ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കാൻ മാത്രമേ അക്കൗണ്ടന്റ് ജനറലിന് അധികാരമുള്ളൂ. അതിൻ്റെ മേലോട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും തന്നെ അത് അക്കൗണ്ടന്റ് ജനറലിന്റെ പരിധിയിലല്ല, അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പരിധിയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത്. നമുക്ക് ഇപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇതിനോട് തുടർന്ന് വരുന്ന അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.